ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രഭുപാദ. ഇത് ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. ഇതില് ശ്രീധർ സ്വാമി എന്ന് പറഞ്ഞു ഇസ്കോണിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം ക്യാൻസർ ഒന്നും മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ്, അദ്ദേഹത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യയിലായിരുന്നു കൂടുതൽ പ്രീച്ച് ചെയ്തത്, ശ്രീധർ സ്വാമി. അപ്പൊ അദ്ദേഹം പ്രഭുപാദിന്റെ ഇന്ത്യക്കാരോടെയുള്ള ഡീലിങ്സ്, ഇടപഴകലുകൾ അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. വളരെ ഒരു സുഹൃത്ത് ബന്ധം പോലെയായിരുന്നു ഇന്ത്യയിലുള്ള ആൾക്കാരുമായിട്ട് പ്രഭുപാദ് കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. കാരണം പ്രഭുപാദ് കൽക്കട്ടയിലാണ് വളർന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളും ബിസിനസ്മാനും ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാനുള്ള ഒരു നാക്കുണ്ടായിരുന്നു. അപ്പൊ അത് പ്രഭുപാദ് ഇവിടെയും ഉപയോഗിച്ചു. അപ്പം അതിലൊരു ഉദാഹരണം ശ്രീധർ സ്വാമി പറയുന്നത്, ബോംബെ ടെമ്പിൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട്, ജുഹു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കൻ ശിഷ്യന്മാരാണ് അതിന് മുൻകൈ എടുത്ത് വന്നത്. ഗിരിരാജ് മഹാരാജ് അങ്ങനെയല്ല. പക്ഷെ അവരൊക്കെ അമേരിക്കയിലെ ആ ഒരു ബിസിനസ് രീതികളാണ് അവർക്ക് അറിയാവുന്നത്. പക്ഷെ ഇന്ത്യയിൽ അവർ വളരെയധികം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത്. പല രീതിയിലും അവര് ആൾക്കാർ കൂട്ടിപ്പണം പറയുകയും അങ്ങനെ അവർക്ക് കൊടുക്കേണ്ടി വരികയൊക്കെ ചെയ്തു. അപ്പൊ പ്രഭുപാദ് ഇത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രഭുപാദ് പല ശിഷ്യന്മാരെ മാറ്റി മാറ്റി വെച്ചിട്ടും അത് ആ ഒരു ധനം നഷ്ടപ്പെടുന്നത് തടയാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്താണ് ഒരു മോഡക് എന്ന് പറഞ്ഞൊരു ബിസിനസ്മാൻ വന്നത്. ഇദ്ദേഹം അന്ന് ബിർളയുടെ മകളുടെ ഭർത്താവാണ്. അപ്പൊ അദ്ദേഹം അവിടുത്തെ വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റുമാണ്. അപ്പം ഇടയ്ക്കൊക്കെ വന്ന് പ്രഭുപാദ് പറയുന്ന കേൾക്കാനും അവരുടെ കൂടെ ഇരുന്ന് കീർത്തനമൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ പ്രഭുപാദ് അദ്ദേഹത്തിനോട് വളരെ കോഡിയലായിട്ട് ഇടപഴകുകയും ക്രമേണ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. പ്രഭുപാദ് ശ്രദ്ധാപൂർവ്വം ഇരുന്ന് കേൾക്കുമായിരുന്നു അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പ്രഭുപാദ് വളരെ ശ്രദ്ധാപൂർവ്വം അദ്ദേഹത്തിനെ കേൾക്കുമായിരുന്നു. എന്നിട്ട് ബോംബെ ടെമ്പിൾ എല്ലാ കൺസ്ട്രക്ഷനും കഴിഞ്ഞപ്പോഴത്തേന് എല്ലാ ബില്ലുകളും കൊടുക്കണം. ഓരോ ആൾക്കാർക്ക്, ഓരോ കോൺട്രാക്ടേഴ്സിനൊക്കെ ഓരോ ബില്ലുകൾ കൊടുക്കണം. അപ്പം പ്രഭുപാദ് എല്ലാവരുടെയും അത്ഭുതമായിട്ട് ബില്ലുകളെല്ലാം മോണ്ടക്കിന് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആർക്കൊക്കെ കൊടുക്കണം, എത്ര കൂട്ടിക്കൊടുക്കണം, എത്ര കുറച്ച് കൊടുക്കണം എന്ന് നിങ്ങൾ അത് തീരുമാനിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇരുന്നു അത് ഫുള്ള് ഡിസ്കസ് ചെയ്ത് അവസാനം ഒരുപാട് ലാഭം, ക്ഷേത്രം പണിയുന്നതിന് ഒരുപാട് ധനം നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് സാധിച്ചു ആ ടെമ്പിൾ ഇതിൽ. ഇപ്പൊ ശ്രീധർ സ്വാമി അതിനകത്ത് പറയുന്ന പ്രഭുപാദിന്റെ ഒരു എക്സ്പെർട്ടീസ് അദ്ദേഹം ബുക്കിനകത്തൊക്കെ പറയുന്നുണ്ട്. ഏത് കാര്യവും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ അറിയാതെ വരുമ്പോഴാണ് അത് ഭൗതികമായിട്ട് വരുന്നത് എന്നുള്ളത്. ഭഗവാന്റെ സേവനത്തിന് ഏത് കാര്യവും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാൽ അത് ആത്മീയപരമായിട്ട് മാറും എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭൗതികം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. കാരണം അദ്ദേഹത്തിന് ഏത് വസ്തുക്കളായാലും അത് എങ്ങനെയാണ് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കപ്പെടാമെന്ന് അദ്ദേഹത്തിന് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന് പൂർണ്ണമായിട്ട് ഈ ഒരു സേവനം കൊടുത്തപ്പം നമ്മൾ ചിലപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും, അവരൊക്കെ ഭൗതികവാദികളാണെന്ന്. പക്ഷെ പ്രഭുപാദ് അത് എങ്ങനെ അദ്ദേഹത്തിനെ ഈശ്വരന്റെ സേവനത്തിന് ഉപയോഗിക്കാനും അദ്ദേഹത്തിനും പ്രയോജനകരമായിട്ട് അദ്ദേഹത്തിനോട് കാരുണ്യം കാണിക്കുകയും അതേസമയം അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ ഈശ്വരന് എങ്ങനെ കൊടുക്കാം എന്നുള്ളതും പ്രഭുപാദ് അതിൽ നിന്ന് കാണിച്ചു തന്നു എന്ന് ശ്രീധർ സ്വാമി പറയും.